ഗുഡ് ഈവനിംഗ് സുജയ, ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ്. തൊട്ടുപുറകിൽ നമുക്ക് ആ ദേവാലയം കാണാം. ക്രിസ്മസ് സ്റ്റാറൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ യുവജനങ്ങൾ ഇപ്പോൾ ഒരു വ്യത്യസ്തതയാർന്ന ഒരു പുൽക്കൂട് ഒരുക്കുകയാണ്. നാം സാധാരണ പുൽക്കൂടൊക്കെ കാണാറുള്ളതാണ്, പക്ഷേ ഇത് കണ്ടില്ല, ഇത് മുഴുവൻ പഞ്ഞിയിലാണ് ഈ യുവജനങ്ങൾ പുൽക്കൂട് തീർക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ പത്തനംതിട്ട ഈ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലെ ഇടവക വികാരിയായിട്ടുള്ള ഫാദർ ജോൺസൺ പാറക്കിലാണ്. ഞാൻ ഈ വൈദികന്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തതയാർന്ന ഒരു പുൽക്കൂട് തയ്യാറാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ ദേവാലയത്തിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയായിരുന്നു പുൽക്കൂട് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് ഈ പുറത്തു നിന്നുള്ള, അതായത് പൊതുജനങ്ങൾക്ക് കൂടി ഈ ഒരു ദർശനം, ഇവിടുത്തെ ഈ ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ കാണണം എന്ന് കരുതിയാണ് തങ്ങൾ ഈ റോഡിനോട് ചേർന്ന്, ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം, പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനാണിത്, വലിയ ജംഗ്ഷനാണ്. അതുവഴി കടന്നു പോകുന്ന എല്ലാ ആളുകൾക്കും ഈ ക്രിസ്മസിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഈ ഒരു പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ കാണണം. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഭാഗത്തേക്ക്, ഈ ഒരു പോയിന്റിൽ തന്നെ ഇവർ ഈ പുൽക്കൂട് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ വൈദികൻ അദ്ദേഹം തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇത് നമ്മൾ പല പുൽക്കൂടുകളും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ അവർ ഒരുക്കുകയാണ്. എന്തുകൊണ്ടാണ് പഞ്ഞിയിൽ മാത്രം തീർത്തത്? അതായത് നമുക്കറിയാവുന്നതുപോലെ ക്രിസ്മസ് കാലഘട്ടം ഒരു പ്രത്യേകിച്ച് തണുപ്പിന്റെയും മഞ്ഞിന്റെയും ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് അതിന് സന്ധ്യയാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടത്തക്ക രീതിയിലാണ് യുവജനങ്ങൾ ഇത് ക്രമീകരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനോഹരമാകുന്ന അനുഭവങ്ങൾ തരുന്ന ആഘോഷങ്ങളാണ് ക്രിസ്മസിൻ്റേത്. യേശുക്രിസ്തുവാകുന്ന ലോകരക്ഷകൻ ലോകത്തിലേക്ക് പിറന്നു എന്നുള്ളതിന്റെ വലിയ സന്തോഷ വർത്തമാനം അറിയിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അങ്ങനെയാണ് അവിടെ ഇപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ ആ മഞ്ഞ് പുതച്ച പോലെയുള്ള ഒരു പുൽക്കൂട്, അതാണ് നമ്മൾ കാണുന്നത്. ഉണ്ണിയേശു പിറന്ന ആ തിരുപ്പിറവിയുടെ സന്തോഷത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ.